പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഒക്ടോബർ 27 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മറ്റ് ജീവിത മണ്ഡലങ്ങളിലേക്ക് പോകുന്നവരെ, ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും, കടന്നു പോകുന്ന വഴികളെ, സഞ്ചരിക്കുന്ന വാഹനങ്ങളെ, സംസാരിക്കുന്ന വ്യക്തികളെ, ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലെ ഈശോ ആശീർവദിക്കുന്നു.
ഭവനരഹിതർ, വസ്തുവില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, അതുകൊണ്ട് വീട് വെക്കാൻ പറ്റാത്തവർ, അതുകൊണ്ട് വഴി നടക്കാൻ പറ്റാത്തവർ, വിറ്റുമാറ്റാൻ പറ്റാത്തവർ, വിവാഹം മുടങ്ങുന്നവർ, ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും, എല്ലാ വിഷമതകളും, അതുപോലെ തന്നെ തൊഴിലിൻ്റെ തടസ്സങ്ങൾ, ജീവിത തടസ്സങ്ങൾ, പഠനത്തിൻ്റെ തടസ്സങ്ങൾ, യാത്രയുടെ തടസ്സങ്ങൾ, രേഖാമൂലമായ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കൽപ്പിക്കുന്ന സമാധാനമില്ലാത്ത വീടുകളെ, സമാധാനമില്ലാത്ത വഴി, സമാധാനമില്ലാത്ത വ്യക്തികൾ, പിരിഞ്ഞു താമസിക്കുന്ന മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, കർത്താവെ അകന്നു പോയിട്ട് ഒരിക്കൽ മറ്റ് ബന്ധങ്ങൾ അകപ്പെട്ടു പോയ മക്കൾ, മാതാപിതാക്കന്മാരെ തിരിഞ്ഞു നോക്കാത്തതിനും വിളിക്കാത്തതിൻ്റെ പേരിൽ പുകഞ്ഞു നീറി കഴിയുന്ന മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, touch with the fire finger, suck with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്ത്യൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. റബി, അപ്പം അങ്ങ് എങ്ങനെ കണ്ടു എന്നെ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് കേട്ടോന്ന് അറിയത്തില്ല. എല്ലാവരെയും കാണുന്ന ഒരു ഫിലിപ്പോസ് ഉണ്ടല്ല, നിൻ്റെ അമ്മ, നിൻ്റെ അപ്പൻ, നിൻ്റെ കൂട്ടുകാർ, അവരെല്ലാം നമ്മൾ അറിയണത്. ഇവരൊക്കെ അറിയുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം നിന്നെ അറിയുന്നു. അതാണ് നിൻ്റെ അപകടം. ഫിലിപ്പോസ് അതിൻ്റെ അപകടവുമാണ്, അത് നിൻ്റെ അനുഗ്രഹവുമാണ്. നിൻ്റെ കൂട്ടുകാർ കാണാത്തത്, നിൻ്റെ വീട്ടുകാർ കാണാത്തത്, നിൻ്റെ നാട്ടുകാർ കാണാത്തത് കാണുന്ന കർത്താവ്. കണ്ടാൽ അനുഗ്രഹമായി മാറുന്ന വിഷയമുണ്ട്, കണ്ടാൽ അപകടമായി മാറുന്ന വിഷയമുണ്ട്. കർത്താവിനെ സൂക്ഷിക്കുക. വിശ്വാസം സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തിന് വിശ്വസിക്കേണ്ട ഓരോ ഭാഗങ്ങൾ, നിർദ്ദയനായ വൃത്തിയെ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട്, നാഥാനിയൽ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട്, സമറിയായിലെ യോഹന്നാൻ മുന്നോട്ട് വെക്കുന്ന സുവിശേഷമുണ്ട്, അവശേഷിപ്പിക്കുന്ന സുവിശേഷം. അതിൽ വിശ്വസിക്കണം. ഇത് തന്നെയാണ് നമ്മൾ പത്രോസിലൂടെ കേട്ടത്. 70 പ്രാവശ്യമോ എന്താണ്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. വളരെ വെളിപാടോടുകൂടിയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നത്തെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലും കർത്താവിൻ്റെ കൈകളുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സുവിശേഷവൽക്കരിച്ചുകൊണ്ട് എംപവർ ചെയ്യണം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും മനസ്സൊന്നും എടുക്കരുത്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിൽക്കുന്ന പാഠങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പുരോഗമിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.